അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം അവർക്ക് വേണ്ടി, മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി മമ്മൂക്കയെ വെച്ച് നിങ്ങൾ മൂന്ന് പേരുള്ള ഒരു സിനിമ പ്രതീക്ഷിക്കണം. മമ്മൂക്ക ആസിഫലി ഒന്നിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, രണ്ട് സബ്ജക്റ്റുകൾക്ക് നടക്കുന്നു. മലയാളികൾ എല്ലാവരും ആസിഫയെ ചേർത്ത് നിർത്തി അതിന് അദ്ദേഹം മറുപടി പിടിച്ച് നന്ദി പ്രകടിപ്പിച്ചത് ഉണ്ടാകാന്തം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ മലയാളികളാണെങ്കിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനാണ് സ്നേഹത്തിലും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോട് അതിന് മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമീഡിയറ്റ് ആയിട്ട് ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. ഇതിന്റെ തുടക്കം ജോൺ പോൾ സാറിന്റെ സഫാരി പറഞ്ഞ കാര്യത്തിൽ നിന്നായിരുന്നു ഈ കഥയുടെ തുടക്കം. അല്ല, ആക്ച്വലി ജോൺ പോൾ സാർ എന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാമെന്നുള്ള ആളായിരുന്നു. ജോൺ പോൾ സാർ നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞു 2018 കഥ വരുന്നു. അതിനുശേഷം ഇതിന്റെ തിരക്കഥയുടെ സമയത്ത് 2029 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺ സാറിന് കഥ പറയേണ്ട ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് 6-7 മണിക്കൂർ ഇരുന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺ പോൾ സാർ ഇതിലൊരു ക്യാരക്ടറായിട്ട് വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ആ എപ്പിസോഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാർ മരിച്ചു വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിന് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺ പോൾ സാറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലേക്ക് എപ്പിസോഡിലേക്ക്